ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈസി റെസിപ്പിയുടെ പുതിയ എപ്പിസോഡിൽ നമ്മൾ ലഡു ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ലഡു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വളരെ സ്വീറ്റായ, വളരെ സോഫ്റ്റായ, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റുള്ള ലഡു ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനായി 3 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് പച്ചക്കർപ്പൂരമാണ്. ഇതിൻ്റെ ഒരു കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ. ഇത് പഞ്ചസാരയാണ്. പഞ്ചസാര 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3 കപ്പ് കടലമാവിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കണം. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ദോശമാവിൻ്റെ പരുവത്തിൽ മാവ് ആയി വരണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മാവിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കണം. യെല്ലോ ലഡുവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് യെല്ലോ കളർ ഫുഡ് കളറാണ്. ഫുഡ് കളർ കയ്യിലില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ലഡുവിനുള്ള മാവ് നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നന്നായി ചൂടാവണം. ഇനി ഒരു കണ്ണപ്പം എടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം ഫ്രൈ ആവാനും പാടില്ല, അധികം സോഫ്റ്റ് ആവാനും പാടില്ല. ഒരു മീഡിയത്തിലെത്തുമ്പോൾ കോരിയെടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. മുഴുവൻ മാവും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇത് ബോൾ പോലെയൊന്നും ആവുന്നില്ല. നമുക്കിത് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ ബോളായിട്ടില്ല ഒന്നും. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അധികം സോഫ്റ്റായിട്ട് പൊടിക്കരുത്, ഒരുവിധം പൊടിഞ്ഞു കിട്ടണം. മുഴുവനും നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ പൊടിക്കുമ്പോൾ ലാസ്റ്റ് കുറച്ചിട്ട് പൊടിക്കുമ്പോൾ അതിൽ കർപ്പൂരത്തിൻ്റെ 1-2 പീസ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല മണം ഉണ്ടാവും. കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് കിട്ടും. പിന്നെ ഞാനിതിൽ ഒരു 2-3 ഏലക്കായ കൂടി ഇട്ടിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് അധികം കട്ടിയാവാൻ പാടില്ല. ഒരുവിധം നന്നായി തിളച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് നമുക്ക് പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് നമുക്കത് ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് ബോളാക്കി എടുക്കാം. ഇനി ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഈ സിറപ്പ് മുഴുവനെ അതിലേക്ക് പിടിച്ച് കഴിയും. ഇതുപോലെ ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ല സുഖമായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെയുള്ള ലഡുവാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ശരിക്കും വീട്ടിൽ തന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ.